ഓൺലൈനിൽ കുറേ പ്രാവശ്യം ഓർഡർ ചെയ്ത് കിട്ടാത്തൊരു സാധനം ഡയറക്റ്റ് ഷോപ്പിൽ പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിയിൽ തന്നെ പാർക്കും കൂടി ഉള്ളതുകൊണ്ട് അവിടെ കുറച്ച് നേരം ഇരിക്കാമെന്ന് വിചാരിച്ചു. ചൂടത്ര കൂടുതലാണെങ്കിലും ഇവിടെ ഇരുന്ന പിന്നെ ചൂടൊന്നും അറിയലില്ല. കുറച്ചു നേരം പാർക്കിലിരുന്ന് വൈബാക്കി പിന്നെ നേരെ ഷോപ്പിലേക്ക് നടക്കാൻ തുടങ്ങി. നടക്കുന്ന വഴിയിൽ മൊത്തം മണൽ. അപ്പം ഓള് പറഞ്ഞത് നമ്മളെ നാട്ടിലത്തെ മണലല്ല, അത് മരുഭൂമിത്തെ മണൽ. ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വാങ്ങാൻ വിചാരിച്ച സാധനം നമ്മളെ കയ്യിൽ കിട്ടും. സാധനം കിട്ടി അവിടെ വെറുതെ ഇരിക്കുമ്പോൾ ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ ബുർജ് ഖലീഫ കാണും. ഇത്രയും വലിയ ബുർജ് ഖലീഫ ഇത്ര ചെറുതായിട്ട് കാണുന്നതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. പിന്നെ നേരെ പോയത് കടവ് റെസ്റ്റോറൻറ്റിലേക്ക്. കുറേ കടി കാണുമ്പോൾ ഏതെടുക്കണമെന്ന് ആകെപ്പാടെ കൺഫ്യൂഷൻ. കടിൻ്റെ പേരൊന്നും അറിയാത്തതുകൊണ്ട് ഇഷ്ടമുള്ള കടിൻ്റെ ഫോട്ടോ എടുത്ത് ഉള്ളിലേക്ക് പോയി. ഇതെല്ലാം എന്ത് കടിയെന്ന് പഠിച്ചോന് കറി, ഏതായാലും തിന്നോക്കാം ബാ. ബോർഡ് കണ്ടിട്ട് ഇത് ദുബായ് ആണോ കേരള ആണോ എന്ന് ആകെ കൺഫ്യൂഷൻ ആയി പോയി. നായക്കടന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളിൽ കയറിയാലും മുയലിറച്ചിയും താറാവിറച്ചിയും എല്ലാം ഉണ്ട് ഇവിടെ. ഓർഡർ ചെയ്ത് സാധനം എത്താൻ പോയതുകൊണ്ട് ടേബിൾ ഉണ്ടായ സൈക്കിൾ എടുത്തിട്ട് ഞാൻ ഒട്ടി കളിക്കാൻ തുടങ്ങി. അപ്പോൾ ഉണ്ട് വലിയ ഗ്ലാസ്സിൽ ചായ വരുന്നു. അങ്ങനെ ഒരു പ്ലേറ്റിൽ മൊത്തം കടി, ഒരു പബ്സും ഒരു റോളും പിന്നെ പേരറിയാത്ത ഒരു അപ്പവും. പബ്സ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ടേസ്റ്റ് നോക്കിയത് പബ്സ് തന്നെ. എല്ലാവരും ചായക്കാണ് കടി കൂട്ടല്, ഞാൻ ഇന്ന് കടിക്കാണ് ചായ കൂട്ടുക. കാരണം ഒരു ഗ്ലാസ് ചായക്ക് 3 കടിയാണ് തിന്നു തീർത്തത്. ചായം കടിയെല്ലാം കുടിച്ചു കഴിഞ്ഞ് പിന്നെ അടുത്ത പണി നിന്ന് ബില്ലെടുക്കലാണ്. ബില്ലെടുക്കാൻ ഫുള്ള് നാട്ടിലത്തെ മുട്ടായി നോക്കി നിന്നാൽ മാത്രം, പിന്നെ അത് വാങ്ങാൻ നിന്നിട്ട് പിന്നെ നേരെ ബില്ലും അടിച്ച് പിന്നെ നേരെ റൂമിലേക്ക്. ഇവിടെ സീബ്ര ലൈനിൽ റോഡ് മുറിച്ചെടുക്കുമ്പോൾ നമുക്കൊരു അഭിമാനം തോന്നും. കാരണം ബാക്കിയുള്ള വണ്ടിയെല്ലാം നമുക്ക് കൊണ്ട് നിർത്തിയത്. കുറച്ച് അപ്പുറത്തുമുണ്ട് പ്രാവിനെ കാണുന്നത്, പക്ഷെ എന്നെ കാണുമ്പോൾ തന്നെ പ്രാവെല്ലാം പാറിപ്പോയി. അപ്പോൾ ഇവിടുന്ന് നേരെ ഞങ്ങളെ റൂമിലേക്ക് എത്താനായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.